ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർ നബി തങ്ങളെ പിന്തുടർന്നത് കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാഅ് റഹ്മത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇന്ന അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയണതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടിയുണ്ട്, ആ കൂട്ടത്തിൽ റഹ്മത്തുണ്ട് എന്നാണ് വരിക. റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത വേറെ ഒരു പരിപാടി ഇല്ല എന്നാണ് വരിക. മുസ്തഫായ നബി തങ്ങൾക്ക് റഹ്മത്തല്ലാത്ത വേറൊരു പരിപാടിയില്ല. അതുകൊണ്ട് നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇത്തിബാഅ് റഹ്മത്തിലാണ്. മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഒരു സാധു മനുഷ്യൻ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫക്കീർ. വാതിലടച്ച് കുറ്റിയിട്ട് പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വലക വെച്ചിട്ട് അതിനും കുറ്റിട്ടു. കുട്ടികളിപ്പോൾ ഇതാ കാണുന്നത്. പരമാവധി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല എന്ന് ജനൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ അതിൻ്റെയും പുറമെ എന്ത് ചെയ്തു വെച്ചാൽ കവലയിൽ തീരിനോട് തന്നെ ഒരു ബോർഡും വെച്ചു. എന്ത്? യാചന നിരോധിത മേഖല, അതായത് സ്വതക്ക ചോദിക്കാൻ പാടില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് സംഗതി. ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം. ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക, ഓല് പഠിക്കട്ടെ. ഈ കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് ഉണ്ടായാൽ അത് വലിയൊരു സംഭവമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞത് വലിയ സംഗതിയാണ്. അതുകൊണ്ട് റഹ്മത്തിനെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഇത്തിബാഅ്. നമ്മൾ കൊടുക്കണ്ടെന്നാണ് പഠിപ്പിച്ചത്. അതിനൊരുപാട് ന്യായം പറയും. അതുകൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുകയെന്ന്. കുടിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അല്ല, അതും പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയിങ്ങാണ്ട് ചീട്ട് കളിച്ചാൽ അപ്പം എന്താ നമ്മൾ കാട്ടുകയെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അതും പ്രശ്നം തന്നെയല്ലേ. ഇതന്നെ വിഷയം. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അമ്മസ്സായില ഫലാ തൻഹർ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് നേരെ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് 10 പേരെ കൊണ്ടേക്കുക, അല്ലെങ്കിൽ കുറച്ച് 5 കൊട്ടൻ കൊണ്ടേക്കുക. പറ്റൂലെങ്കിൽ 1 റുപ്യൻ്റെ കൊട്ടൻ കൊണ്ടേക്കുക. കുട്ടികളോട് പറയാ, പെരയിൽ ആര് വന്നാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കൊണ്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചാൽ ഓല് ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓൽക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. കൊടുക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. പലിശക്ക് കൊടുത്താൽ പരമാവധി 17% കിട്ടുക. ഇനി 20 കിട്ടുമെന്ന് കൂട്ടിക്കോളി. 100% കിട്ടുമെന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം കിട്ടുള്ളൂ. സ്വതക്ക 1 ലക്ഷത്തിന് 10 ലക്ഷമാണ്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി ബാധിച്ചു. പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാൻ പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു. മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി, അതിനുള്ള പൈസ ഉള്ളൂ. അത് വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു. ഒരാൾ ജയിലിൽ നിന്ന് വരികയാണ്. അലിയാരെ, വിശന്നിട്ട് വയ്യ, തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴമുണ്ട്. മൂപ്പരിങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം? ഫാത്തിമാക്ക് വിശന്നിട്ടല്ല പൂതിയായിട്ടാണ്. ഇയാൾക്ക് വിശന്നിട്ടാണ്, പൂതിയായിട്ടല്ല. ഏതിനാ 1-ാം സ്ഥാനം കൊടുക്കണം? വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആൾക്ക് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ ഇല്ല. മുഖത്തിങ്ങനെ എന്തോ ഒരു വിഷമം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ കുടിക്കാരത്തി ചോദിച്ചു, അലിയാരെ, എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു? ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പര്. ചോറ് കഴിക്കുമ്പോഴാണ് ഫാത്തിമ ബി പറഞ്ഞത്, ഒരു ഉറുമാമ്പഴത്തിന് പൂതിയാകുന്നുണ്ട്.
പെണ്ണുങ്ങൾ അങ്ങനെ ഇക്കാരം എന്തുണ്ടെങ്കിലും ചോറ് കഴിക്കുമ്പോൾ പറയും. കുട്ടികളെ കെട്ടിക്കാണ്ടാവും, നമുക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, നമ്മളത് ആലോചിച്ച് നടക്കുന്നതാണ്. എന്നാലും ആ ചോറ്റക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോൾ പറയും എന്ത്, നമ്മൾ ആയിഷാനെ നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും. അത് തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്തായാലും ഫാത്തിമ ബീവി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചോറ് കഴിച്ചുമ്പോഴാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയതായിരുന്നു. അങ്ങനെ വരികയാണ് ഒന്നുമില്ലാതെ. അപ്പം എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ മുന്നിക്ക് പോയി, ഇവിടെ 2-3 സീറ്റുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നിനക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി. മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതുമണവാളരെ എനിക്ക് റാഹത്തായി, നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ, കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരേ ഇതൊരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കവർ തുറന്ന് നോക്കുമ്പോൾ 9 ഉറുമാമ്പഴമുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു, അമ്രേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ്, ഇതൊരിക്കലും എനിക്കുള്ളതാവില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഹസനതു ബി അശ്രി അംസാലിഹാ എന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, ഇത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയില്ല പറഞ്ഞപ്പോൾ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതിനെ 10 എണ്ണം എടുത്തോളി പറഞ്ഞു. നമുക്ക് എന്താ പറ്റിച്ചാൽ വിശ്വാസമായില്ല. ഒന്നിന് 10 കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളാരെയും ആ ബിസിനസ് പഠിപ്പിച്ചില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി, ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുത്തതുകൊണ്ടായിരിക്കും മുതലാളിയായിട്ടുണ്ടാവുക. 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യ് ധർമ്മിഷ്ഠനായിരിക്കും. മുഅ്മിനീങ്ങളിൽ സമ്പത്തുണ്ടോ അവൻ്റെ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുഅ്മിനീങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ, മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ, ചിന്താവൈകല്യമുണ്ടോ, അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ, യത്തീമിൻ്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു. മുതലും വേണം എല്ലാ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തുടരണം, അത് കുട്ടികളെ പഠിപ്പിക്കണം. അതന്നെയാണ് കുടുംബത്തിലെ ദീന് പറഞ്ഞാൽ. അതാണ് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞത്. ഒരു